പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഒരു മാസത്തിന് മുന്നേ എടുത്ത വീഡിയോ ആണ്. പിന്നെ എനിക്കത് എഡിറ്റ് ചെയ്തിടാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഇതിനിടയ്ക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടായി, എന്താണെന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഓയിൽ കൊണ്ടുണ്ടാക്കിയ സോപ്പുകളാണ് കാണിക്കുന്നത്. ഓയിലെന്ന് പറയുമ്പോൾ ഇപ്പം നീമിൻ്റെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നീമും അലോവേരയും ചേർത്തുണ്ടാക്കിയ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ മഞ്ഞൾ സോപ്പ് ഉണ്ടാക്കി അതിന് പച്ച മഞ്ഞളിനെ ഓയിലാക്കിയിട്ട് ആ ഓയിലാണ് ഉപയോഗിച്ചത്. അതുപോലെ നാൽപ്പാമരാതി കേരം ഓയിലില്ലേ, അതൊക്കെ ചേർത്താണ് ഉണ്ടാക്കിയത്. അങ്ങനെ 3 ടൈപ്പ് സോപ്പ് ഉണ്ടാക്കി. അപ്പോൾ ഇത് ഓരോന്നും എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും എത്ര ക്വാണ്ടിറ്റിയിലാണ് ഓയിൽ ചേർത്തതെന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ കുറച്ച് ഓയിലൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചില്ലേ, അതായത് അലോവേര ഓയിൽ, തുളസി ഓയിൽ, മിൻറ്റ് ഓയിൽ. അപ്പോൾ അതിലൊക്കെ ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എത്ര ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഈ ഓയിൽ ചേർക്കേണ്ടതെന്ന്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ 250 ഗ്രാം ഗ്ലിസറിൻ സോപ്പ് ബേസാണ് എടുത്തത്. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് നീം സോപ്പാണ്, നീം അലോവേര സോപ്പാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നീമും അലോവേരയും ചേർത്ത് ഓയിലാക്കി വെച്ചതാണ് എടുത്തത്. അപ്പോൾ ഈ ഓയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓയിൽ കുറവും ഇതിൽ ചേർക്കുന്ന നീമിൻ്റെയും അതുപോലെ കറ്റാർവാഴയുടെയും ജ്യൂസ് കൂടുതലും ആയിരിക്കണം. നമ്മളിത് സോപ്പ് ഉണ്ടാക്കാനല്ലേ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് സോപ്പാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഗുണം വേണമല്ലോ, അല്ലെങ്കിൽ ഈ ഓയിലായിരിക്കും കൂടുതലും നിൽക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നീമും അലോവേരയും ചേർത്ത് ഓയിലാക്കി വെച്ചതാണ്. അപ്പോൾ അതിനൊരു കണക്കൊന്നുമില്ല, നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ ഈ നീമും അലോവേരയും ചേർക്കാമോ അത്രയും ചേർക്കാം. ഓയിൽ കുറവായിരിക്കണം. അപ്പോൾ ഇതിന് ഞാൻ 250 ഗ്രാം ഗ്ലിസറിൻ സോപ്പ് ബേസാണ് മെൽറ്റ് ചെയ്തെടുത്തത്. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ് മെൽറ്റ് ചെയ്യുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിന് മുകളിൽ ഈ സോപ്പ് ബേസ് അരിഞ്ഞ പാത്രം വെച്ച് മെൽറ്റ് ചെയ്തെടുക്കും. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഈ ഫ്ലെയിമിൽ വെച്ചിട്ടല്ല മെൽറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഞാൻ കാണിക്കാത്തതുകൊണ്ട് ഫസ്റ്റ് കാണുന്ന ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ 250 ഗ്രാം ഗ്ലിസറിൻ സോപ്പ് ബേസ് കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് 1 കിലോയ്ക്ക് 15 ml ഓയിൽ എന്ന കണക്കിലാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ 1 കിലോയ്ക്ക് 15 ml ആണ്. അപ്പോൾ 1/2 കിലോയ്ക്ക് 7.5 ഗ്രാം അല്ലേ. അപ്പോൾ ഞാൻ ഈ 250 ഗ്രാമിന് ഒരു 4 ml ഒഴിച്ചു. 4 ml ഈ ഓയിൽ ഒഴിച്ചു. പിന്നെ ഗ്ലിസറിൻ അല്പം ഒഴിച്ചു. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ എന്ന് പറയുന്നത് 1 കിലോഗ്രാം ബേസിന് 30 ml നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കാം, ഫ്രാഗ്രൻസ് ഒഴികെ 30 ml. അപ്പോൾ ഞാനിത് ഓയിലായതുകൊണ്ടാണ്, ഓയിൽ കൂടിപ്പോണ്ടെന്ന് വെച്ചിട്ടാണ് 1 കിലോയ്ക്ക് 15 ml ഓയിൽ. പിന്നെ ഗ്ലിസറിൻ ഒരു 1/4 സ്പൂൺ ഗ്ലിസറിൻ, പിന്നെ 3 വൈറ്റമിൻ ഇ ഓയിൽ ഇട്ടു. ഞാൻ 100 ഗ്രാം സോപ്പിന് 1 വൈറ്റമിൻ ഇ ഓയിൽ ക്യാപ്സ്യൂൾ എന്ന രീതിയിൽ 250 ഗ്രാം ഉള്ളതുകൊണ്ട് 3 ക്യാപ്സ്യൂൾ ഞാൻ ആഡ് ചെയ്തു. പിന്നെ ഫ്രാഗ്രൻസ് 1 കിലോയ്ക്ക് 20 ml ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർക്കുന്നത്. അപ്പോൾ 250 ഗ്രാമിന് എത്ര വരും? 20 ml ആകുമ്പോൾ 5 ml ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ 5 ml നീമിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലും ചേർത്തു. അപ്പോൾ ഇതൊക്കെ ഫ്രാഗ്രൻസ് ഓയിൽ നമ്മൾ ചേർക്കുന്നത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ്. ഇത് ഞാനിപ്പോൾ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് ഗ്ലിസറിനും അതുപോലെ ഫ്രാഗ്രൻസ് ഓയിലൊക്കെ ചേർത്തത്. അതുപോലെ ഈ നീം ഓയിലും ഞാൻ ഈ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് ചേർത്തത്. സാധാരണ ഈ ഫ്രഷ് ജ്യൂസ് എടുക്കുകയാണെങ്കിൽ നമുക്കത് ഫ്ലെയിമിൽ വെച്ചിരിക്കില്ല, വെള്ളത്തിൽ വെച്ചിരിക്കുമ്പോൾ തന്നെ ചേർത്ത് കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഗ്ലിസറിനൊക്കെ ചേർക്കാം. ഫ്രഷ് ജ്യൂസ് ആകുമ്പോൾ ഒന്ന് കുറച്ച് നേരം ആ ഫ്ലെയിം ഓണായിരിക്കുമ്പോൾ തന്നെ കുറച്ച് നേരം അതിൽ നമ്മളൊന്ന് അതിലോട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ഓയിലല്ലേ, ഓയിലായതുകൊണ്ടാണ് ഞാനിങ്ങനെ അത് ചൂടാക്കാൻ നിന്നില്ല. ഈ ഗ്ലിസറിൻ മെൽറ്റ് ചെയ്ത് സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തത് ഇറക്കി വെച്ചതിന് ശേഷം ചേർത്തത്. ഇനി ആ പതയൊക്കെ ഒന്ന് സ്പൂൺ കൊണ്ട് മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ റബ്ബിംഗ് ആൽക്കഹോൾ വാങ്ങാൻ കിട്ടും, അത് സ്പ്രേ ചെയ്താലും ഈ പതയൊക്കെ മാറും. അടുത്തത് പച്ച മഞ്ഞളിൻ്റെ ഓയിലാണ് ഉണ്ടാക്കിയത്. ഒരു 2-3 കഷ്ണം പച്ച മഞ്ഞളുണ്ടായിരുന്നു, മുമ്പ് ഒരുപാട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് 2 കഷ്ണം കിട്ടിയത് ഞാനിത് ഓയിലാക്കിയതാണ്. അപ്പോൾ കുറച്ച് ഓയിലുണ്ടായിരുന്നു, ആ ഓയിലിലോട്ട് തന്നെ ഇതൊന്ന് ചതച്ചിട്ടിട്ട് ഓയിലാക്കിയെടുത്തു. പിന്നെ ഞാൻ വീണ്ടും ഇതിനും 250 ഗ്രാം ഗ്ലിസറിൻ ബേസ് മെൽറ്റ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് നേരത്തെ ചെയ്തതുപോലെ 4 ml ആ ഓയിലില്ലേ, മഞ്ഞൾ ഓയിൽ ഇതിലേക്ക് മിക്സ് ചെയ്തു. അപ്പോൾ ഈ ഓയിൽ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എനിക്കിതിൽ നല്ല കളറാണ്, മഞ്ഞ നിറമാണ് കിട്ടിയത്. ഒരു കളർ ഞാൻ ആഡ് ചെയ്തില്ല. പക്ഷേ നമ്മൾ ഫ്രഷ് ജ്യൂസ് ചേർക്കുമ്പോൾ ഒരു പിയേഴ്സ് സോപ്പിൻ്റെ കളറിലാണ് വരുന്നത്.
ഇത് നല്ല കളറിൽ കിട്ടി. ഒരു 4 ml ആണ് ഞാൻ 250 ഗ്രാം ബേസിന് ആഡ് ചെയ്തത്. അപ്പോൾ നല്ല കളറായിരുന്നു. പിന്നെ കുറച്ച് ഗ്ലിസറിൻ, ഒരു 1/4 സ്പൂൺ ഗ്ലിസറിൻ. 250 ഗ്രാം സോപ്പ് ബേസ് അല്ലേ ഉള്ളൂ. ഇതിലും 3 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്തു. അതുപോലെ 5 ml ടർമറിക്കിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർത്തത്. അപ്പോൾ ഞാൻ ഈ സോപ്പൊക്കെ ഉണ്ടാക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ടെന്ന്. ഞാനൊരു സ്റ്റിച്ചിങ് സെൻറ്റർ തുടങ്ങി. ഒക്ടോബർ 7-നാണ് ഇത് ഓപ്പണിംഗ് ആയിരുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇങ്ങനെ ഒരു ഷോപ്പൊക്കെ വേണം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ സ്റ്റിച്ച് ചെയ്ത് ഡ്രസ്സൊക്കെ ഇടാം. പിന്നെ എനിക്ക് സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ അതുപോലെ ഈ ഓർഗാനിക് പ്രോഡക്റ്റ്സൊക്കെ അവിടെ വയ്ക്കാം എന്നൊക്കെയുള്ള ആഗ്രഹമാണ്. അങ്ങനെ വീടിനടുത്തൊരു ഷോപ്പ് കിട്ടിയപ്പോൾ എടുത്തതാണ്. അപ്പോൾ ഈ തലേ ദിവസം ഞാനിത് ഈ സോപ്പൊക്കെ ഉണ്ടാക്കുകയാണ്. കാരണം ഈ ഓപ്പണിങ്ങിൻ്റെ അന്ന് കുറച്ച് പേരെങ്കിലും കയറുമല്ലോ. അപ്പം ഈ ഓർഗാനിക് പ്രോഡക്റ്റ്സൊക്കെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണമെന്നൊക്കെ ഒരു ഐഡിയയാണ്. അങ്ങനെ 3 തരത്തിലുള്ള സോപ്പ് ഉണ്ടാക്കി. പിന്നെ കുറച്ച് ഫേസ് വാഷ്, ഷാമ്പു, പിന്നെ ഫേസ് ക്രീം, പിന്നെ ഈ ബോഡി വാഷ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു, അത് നടന്നില്ല. അപ്പോൾ അതിനു വേണ്ടി ഞാനിത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ തിരക്ക് പിടിച്ച ജോലികളാണ്. കാരണം നാളത്തേക്ക് ഇതൊക്കെ റെഡിയാക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ കുറേ വീട്ടിലിരിപ്പുണ്ട്. ഞാനിങ്ങനെ കുറേ ഹോൾസെയിലായിട്ട് മെറ്റീരിയൽസൊക്കെ എടുത്ത് എൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് ഷോപ്പുണ്ടെങ്കിലേ നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഷോപ്പ് എടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട് മാറി. ഞങ്ങളുടെ വാടകയ്ക്കാണല്ലോ. അപ്പോൾ വീടും മാറി, കുറച്ചുകൂടെ ദൂരെയായി ഷോപ്പിൽ നിന്നേ. അപ്പോൾ അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ വീഡിയോ ഒന്നും ഒട്ടും ഇടാൻ പറ്റിയില്ല. വീടൊതുക്കലും സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യലും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് തിരക്കായിരുന്നു. പിന്നെ ഇപ്പോൾ സ്റ്റിച്ചിങ് ആകുമ്പോൾ നമുക്ക് ഈ സോപ്പിൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഓരോരുത്തരും കൊണ്ടുവന്ന് നാളെ കൊടുക്കണം, മറ്റന്നാൾ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോഴേ നമുക്കത് കൊടുക്കാനുള്ള തിരക്കായിരിക്കും. അപ്പോൾ ഇതാ മഞ്ഞൾ സോപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒഴിച്ച് വെച്ചേ. അങ്ങനെ ഇത് രണ്ടും സെറ്റാകുന്ന സമയം കൊണ്ട് ഇനി അടുത്ത് 40 അമരാദി കേരം സോപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഗോഡ് മിൽക്കിൻ്റെ ബേസാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല. അതാണ് ഈ ഫ്രെയിം ഇങ്ങനെ ആയത്. ഇപ്പോൾ സ്റ്റാറ്റസ് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഷോർട്സിൻ്റെ ഫ്രെയിമിൽ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഗോഡ് മിൽക്കിൻ്റെ ബേസ് എടുത്തു. അതും 250 ml ആണ്, 250 ഗ്രാമാണ്. അതിലേക്ക് 4 ml 40 അമരാദി കേര ഓയിലൊഴിച്ചു. അത് കഴിഞ്ഞിട്ട് 5 ml ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർത്തത്. പിന്നെ ഗ്ലിസറിൻ ചേർക്കാം, 1/4 സ്പൂൺ ഗ്ലിസറിൻ, ഇതൊക്കെ ചേർക്കാം. അങ്ങനെ 40 അമരാദി കേരം സോപ്പ് ഉണ്ടാക്കി. പിന്നെ എല്ലാ സോപ്പും ഒന്ന് ഞാൻ ഒന്ന് ഇളക്കിയെടുക്കുകയാണേ. ഈ ഓയിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല ക്ലിയറാണ് സോപ്പ്, നല്ല ഗ്ലാസ് പോലെ ഇരിക്കും. പക്ഷേ ഈ നീമിൻ്റെയും അലോവേരയുടെ ഓയിൽ ചേർത്തെങ്കിലും ഗ്രീൻ കളറല്ല, ഓയിൽ ചേർത്തുണ്ടാക്കിയപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ആ പതയൊക്കെ നമ്മളിങ്ങനെ ഒതുക്കി ഒരു സൈഡിൽ കൊണ്ട് വയ്ക്കില്ലേ, അപ്പോൾ അതാണ് നമുക്ക് സെറ്റാകുമ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ പതയായിട്ടിരിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കി മാറ്റാം, അല്ലെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ ഓർഗാനിക് സോപ്പൊക്കെ ആകുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല. ആ പത അവിടെ ഇരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ സൈഡിലോട്ട് ഞാൻ ഒതുക്കി വെച്ചപ്പോൾ എല്ലാ പതയും കൂടി ഇതവിടെ സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഞാൻ അതിനൊന്നും പോയില്ല. നല്ല ഗ്ലാസ് പോലെ ഇരുന്നു, അതുപോലെ നല്ല ഉറപ്പുള്ള സോപ്പായിരുന്നു. അടുത്ത് മഞ്ഞൾ സോപ്പ് ഇളക്കിയെടുക്കാം. അത് നല്ല കളറ്, ഇളക്കിയപ്പോഴേ നല്ല കളറുണ്ടായിരുന്നു. ഇതാ കണ്ടോ സോപ്പിൻ്റെ ഈ പതയൊക്കെ അറ്റത്തോട്ട് വന്നിങ്ങനെ സെറ്റായിട്ടിരിക്കുന്നത്. അടുത്ത് മഞ്ഞൾ സോപ്പാണ്. മഞ്ഞൾ സോപ്പ് നല്ല കളറായിരുന്നു. ഇളക്കിയെടുത്തപ്പോഴേ ഇതിപ്പോൾ നല്ല കണ്ണാടി പോലെ ഇരിക്കുന്നില്ല, അതുപോലെ തന്നെയാണ്. പിന്നെ കളറ് മാത്രം വ്യത്യാസം. അതിലും ഈ പതയൊക്കെ ഞാനിങ്ങനെ ഒതുക്കി വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതിങ്ങനെ വിരൽ വെച്ചൊന്ന് ആക്കുമ്പോൾ തന്നെ ഇളകിപ്പോവും. അപ്പോൾ മഞ്ഞൾ സോപ്പും അതിൽ ഞാൻ കറ്റാർവാഴ ചേർത്തിട്ടുണ്ട്. മഞ്ഞളും കറ്റാർവാഴയും കൂടി അരച്ചിട്ടാണ് ഓയിലാക്കിയത്. അപ്പോൾ ടർമറിക് അലോവേര സോപ്പാണ്. അങ്ങനെ 2 മഞ്ഞൾ സോപ്പാണ് ഉണ്ടാക്കിയത് ഈ പിയേഴ്സ് മോൾഡിൽ. പിന്നെ ഈ 50 ഗ്രാമിൻ്റെ മോൾഡിലും കുറച്ച് സോപ്പ് ഉണ്ടാക്കി. ഈ മഞ്ഞൾ സോപ്പേ നല്ല കളർ, ഇതിൻ്റെ കളറാണ് സൂപ്പറായിട്ട് വന്നത്. ഓയിലുണ്ട്, അല്ലെങ്കിലും ഓയിലിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ നല്ല ഒരു ക്ലിയർ സോപ്പായിരിക്കും. പിന്നെ നല്ല ഒരു ഗ്ലാസ് പോലെ ഇരിക്കും. അങ്ങനെ 50 ഗ്രാമിൻ്റെ 4 സോപ്പ് ഉണ്ടാക്കി. അങ്ങനെ ഇതെല്ലാം ഞാൻ ഇളക്കി വെച്ചിരിക്കുകയാണ്.
അതുപോലെ ഞാൻ ഈ ഷോപ്പിൽ ഈ സോപ്പൊക്കെ കൊണ്ടുവച്ചപ്പോൾ പ്രോഡക്റ്റ്സൊക്കെ പോകുന്നുണ്ടോ എന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ടേ. ആരും പെട്ടെന്ന് സോപ്പ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഫേസ് വാഷൊക്കെ വാങ്ങാൻ വേണ്ടി കയറില്ല. ഞാനിങ്ങനെ അവർ വരുമ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ എന്നൊക്കെ പറയും. അപ്പോൾ ചിലർ ഇത് ഒഴിവാകാൻ വേണ്ടി എൻ്റെ സ്കിന്നിലെല്ലാ സോപ്പും പിടിക്കില്ല എന്നൊക്കെ പറയും. കാരണം അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഒരു സംശയം വരുമല്ലോ. എന്നാൽ ചിലർ ഒന്ന് ശ്രമിച്ച് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെറിയ സോപ്പ് നോക്കിയൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ ഇതാ സോപ്പ് കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല കണ്ണാടി പോലത്തെ സോപ്പാണ്. ഇനി നമുക്ക് നാൽപ്പാമരാതി കേരം സോപ്പ് ഇളക്കിയെടുക്കണം. അത് ഗോഡ് മിൽക്കിൻ്റെ ബേസിലാണ് ഞാൻ ചെയ്തത്, 3 എണ്ണം ചെയ്തു. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ കുറച്ച് ഫോട്ടോസൊക്കെ ഈ ഷോപ്പിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമേ. അതുപോലെ ഫേസ് വാഷ്, ഷാമ്പൂ, സോപ്പൊക്കെ ചെയ്തപ്പോൾ ഞാനൊരു സ്റ്റിക്കറൊക്കെ ചെയ്തേ. ലാമ ഓർഗാനിക് ക്രീം എന്ന് പറഞ്ഞിട്ട് ഒരു നല്ലൊരു കളർ സ്റ്റിക്കറൊക്കെ അടിച്ചു. വലിയ ഒരു പോസ്റ്ററല്ല, ഒരു വലിയ രീതിയിൽ A4 ഷീറ്റിൻ്റെ സൈസിൽ കളർ പ്രിൻ്റ് എടുത്തു. എന്നിട്ട് ആ ക്രീം, ജെല്ലുകൾ അതൊക്കെ അവിടെ വയ്ക്കും. പിന്നെ ഫേസ് വാഷിൻ്റെ ഒരു പിക്ചർ ഉൾപ്പെടുത്തിയിട്ട് ഫേസ് വാഷ് വയ്ക്കാനായിട്ട് ഷാമ്പൂ, അങ്ങനെ. അപ്പോൾ പെട്ടെന്ന് കടയിലോട്ട് കയറുമ്പോൾ ഇതൊക്കെ ഒന്ന് കാണാമല്ലോ. അപ്പോൾ ഇതാണ് നാൽപ്പാമരാതി കേരം സോപ്പ്. ഞാൻ പറയാറില്ലേ, എനിക്ക് വലിയ സോപ്പ് ചെയ്താൽ പോകാൻ പാടാണ്. കാരണം ഈ ഫസ്റ്റ് വാങ്ങുന്നവരായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ചെറിയ സൈസായിരിക്കും വാങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല റേറ്റും ആയിരിക്കും. ഗോഡ് മിൽക്കിൻ്റെ ബേസിലൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇതൊക്കെ 100 ഗ്രാം അടുപ്പിച്ചുണ്ട്. അപ്പോൾ നമുക്ക് നല്ല റേറ്റ് ഇടണം. അപ്പോൾ അവർക്ക് വാങ്ങാനും പാടായിരിക്കും. അങ്ങനെ ഈ നാൽപ്പാമരാതി കേരം സോപ്പ് ഇതുവരെ പോയില്ല, അതവിടെ ഉണ്ട്. എല്ലാവരും എടുത്ത് നോക്കും, റേറ്റ് കാണുമ്പോൾ അങ്ങ് വയ്ക്കും. പിന്നെ എന്താണ്, പിന്നെ സ്റ്റിച്ചിങ്ങൊക്കെ അങ്ങനെ പോകുന്നു. സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഒരുപാട് തുണികൾ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഈ കുറച്ച് മെറ്റീരിയൽസൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് അതും ആൾക്കാരൊക്കെ ചെറിയ രീതിയിലെങ്കിലും വാങ്ങുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ് ആണല്ലോ, സ്റ്റിച്ചിങ് ആകുമ്പോൾ അത് നടക്കുന്നുണ്ട്. അതിനോടൊപ്പം മറ്റുള്ള സാധനങ്ങളൊക്കെ പോകണമെങ്കിൽ പോട്ടെ എന്നുള്ള ഒരു ചിന്തയിലാണ് അതൊക്കെ വാങ്ങി വെച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഞാൻ സ്ഥിരം വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.